നമസ്കാരം. സിനിമാ സീരിയൽ നടൻ ദിലീപ് ശങ്കറിനെ തിരുവനന്തപുരത്തെ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന്റെ നടുക്കത്തിലാണ് മലയാളികൾ. ജനപ്രിയ സീരിയലുകളിലൂടെ മലയാളികൾക്ക് വളരെ പരിചിതനാണ് ദിലീപ് ശങ്കർ. അതുകൊണ്ട് തന്നെ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വാർത്ത സീരിയൽ രംഗത്തെ പ്രവർത്തകരെയും വല്ലാതെ ഉലയ്ക്കുകയായിരുന്നു. 2 ദിവസം മുൻപാണ് ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറിയെടുത്തത്. എന്നാൽ മുറിവിട്ട് പുറത്തേക്കൊന്നും പോയിരുന്നില്ല എന്നാണ് വിവരം. രാവിലെ ദുർഗന്ധം വമിച്ചതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കുകയായിരുന്നു. ഇതോടെയാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എറണാകുളത്താണ് ദിലീപ് ശങ്കറിന്റെ വീട്. പഞ്ചാഗ്നി എന്ന സീരിയൽ ഷൂട്ടിങ്ങിനായാണ് തിരുവനന്തപുരത്ത് ദിലീപ് ശങ്കർ എത്തിയത്. ഷൂട്ടിങ്ങിന് 2 ദിവസം ഇടവേള ഉണ്ടായിരുന്നുവെന്നും തങ്ങളിൽ പലരും വിളിച്ചിട്ടും ദിലീപ് ശങ്കർ ഫോൺ എടുത്തിരുന്നില്ല എന്നുമാണ് സീരിയൽ സംവിധായകൻ മനോജ് പറയുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ ദിലീപിനുണ്ടായിരുന്നുവെന്നാണ് വിവരം. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആരോഗ്യത്തിൽ ശ്രദ്ധിച്ചിരുന്ന വ്യക്തി കൂടിയാണ് ദിലീപ് എന്നാണ് സഹപ്രവർത്തകർ പറഞ്ഞിരുന്നത്. മദ്യപാനമടക്കമുള്ള ദുശീലങ്ങളൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. സീരിയൽ രംഗത്ത് തൻ്റെതായ ഇടം നേടിയെടുത്ത നടനായിരുന്നു ദിലീപ് ശങ്കർ. പഞ്ചാഗ്നി എന്ന സീരിയലിൻ്റെ ലൊക്കേഷനിലേക്ക് 5 ദിവസം മുൻപെയാണ് ദിലീപ് എത്തുന്നത്. എറണാകുളത്ത് നിന്നും ഷൂട്ടിങ്ങിന് വേണ്ടിയാണ് ദിലീപ് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. ഷൂട്ടിങ്ങിനിടയിൽ 2 ദിവസം ബ്രേക്ക് ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് മരണം സംഭവിക്കുന്നത്. താമസിച്ച ഹോട്ടലിലെ കട്ടിലിൽ മരിച്ച നിലയിലായിരുന്നു മൃതദേഹം. ഏറെക്കാലമായി ചികിത്സയിലായിരുന്നു ദിലീപ്. രോഗാവസ്ഥ മാനസികമായി തളർത്തിയിരുന്നു എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. മാത്രമല്ല, ഇടയ്ക്ക് വെച്ച ചികിത്സ താരം മുടക്കിയെന്നും പറയുന്നുണ്ട്. ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് തങ്ങൾ ഓർമ്മിപ്പിച്ചിരുന്നുവെന്നും അവസാന ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങിപ്പോയ ശേഷം അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നും താരങ്ങൾ പറയുകയായിരുന്നു. ഇടയ്ക്ക് ഫോൺ എടുക്കാതിരിക്കുന്ന പതിവുള്ളത് കൊണ്ട് തന്നെ ആദ്യം അധികം ശ്രദ്ധിച്ചില്ല. എന്നാൽ പിന്നീട് ലൊക്കേഷനിൽ നിന്നും ഹോട്ടലിൽ അന്വേഷിച്ചു ചെന്നപ്പോഴാണ് കട്ടിലിൽ മരിച്ച നിലയിൽ ദിലീപിനെ കണ്ടെത്തുന്നത്. അഭിനയത്തോടുള്ള മോഹം കൊണ്ട് MBBS പഠനം പോലും പാതി വഴിയിൽ ഉപേക്ഷിച്ച ഈ വഴിക്ക് തിരഞ്ഞ നടനാണ് ദിലീപ് ശങ്കർ. MBBS പഠനത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചേർന്ന ദിലീപ് അഭിനയത്തോടുള്ള അടങ്ങാത്ത കമ്പം മൂലമാണ് പഠനത്തിൽ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നതും അഭിനയത്തിലേക്ക് തിരിയുന്നതും. ഡോക്ടറാകേണ്ട ആളല്ല എന്നും നടനാകാനാണ് ആഗ്രഹമെന്നും ദിലീപ് പറഞ്ഞിട്ടുണ്ട് എന്ന് അടുത്ത സുഹൃത്തുക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നീട് മലയാളത്തിലും തമിഴിലുമെല്ലാമായി നിരവധി വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ദിലീപ് ശങ്കർ. സിനിമയിൽ ചെറുവേഷങ്ങളിലൂടെ തുടങ്ങിയ ദിലീപ് ശങ്കറിന് പക്ഷേ സീരിയൽ രംഗത്ത് സൂപ്പർ താര പരിവേഷമായിരുന്നു ലഭിച്ചത്. ജനപ്രിയ സീരിയലുകളിലെ വേഷങ്ങളിലൂടെ ജനമനസ്സുകളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ദിലീപ് ശങ്കർ. സീരിയലിൽ അഭിനയിക്കാൻ കഴിയുന്നതാണ് തൻ്റെ ഏറ്റവും വലിയ സന്തോഷം. പ്രേക്ഷകൻ്റെ വീട്ടിലെ ഒരംഗമായിട്ടാണ് തന്നെ ആളുകൾ കാണുന്നത് എന്നും ദിലീപ് മുൻപൊരിക്കൽ മനസ്സ് തുറന്നിരുന്നു. ഇനിയും ഒരുപാട് വേഷങ്ങൾ ചെയ്യണമെന്നാണ് തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാണ് ദിലീപ് പറയുന്നത്. അടുത്തിടെ നല്ല നടനുള്ള സത്യജിത് റേ പുരസ്കാരം ദിലീപിനെ തേടി എത്തിയിരുന്നു. ഭക്തിയിലൂടെ തൻ്റെ പല ദുസ്വഭാവങ്ങളും മാറ്റി കംപ്ലീറ്റ് വെജിറ്റേറിയനായ കഥയും ദിലീപ് പങ്കുവച്ചിരുന്നു. മദ്യപാനമടക്കമുള്ള തൻ്റെ എല്ലാ ദുശീലങ്ങളും മാറുകയായിരുന്നു എന്നാണ് ദിലീപ് പറഞ്ഞിട്ടുള്ളത്. അഭിനയത്തിന് പുറമെ ബിസിനസ്സിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ആളായിരുന്നു ദിലീപ്. മാജിക് ചപ്പാത്തി എന്ന റെഡി ടു കുക്ക് ചപ്പാത്തി ബിസിനസ്സാണ് താരം നടത്തിയിരുന്നത്. ഇതിനു പുറമെ സിനിമകളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അവസരങ്ങൾ വന്നാൽ സിനിമ ചെയ്യുമെന്നും ദിലീപ് പറഞ്ഞിരുന്നു. നേരത്തെ ചാപ്പാക്കുരിശ, നോർത്ത് 24 കാതം പോലുള്ള സിനിമകളിലും ദിലീപ് അഭിനയിച്ചിട്ടുണ്ട്. അമ്മയറിയാതെ സുന്ദരി എന്നീ സീരിയലുകളിൽ ശക്തമായ വേഷത്തിലായിരുന്നു ദിലീപ് എത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബ പ്രേക്ഷകർക്കും ദിലീപിൻ്റെ വിയോഗ വാർത്ത വല്ലാത്ത വിഷമമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.